ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വർഷ ആൻഡ് ഹരി. ഇന്ന് ഞങ്ങൾ എത്തിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഗോൾഡ് സൂക്കിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് അകത്ത് കയറി എക്സ്പ്ലോർ ചെയ്താലോ? ഗോൾഡ് സൂക്കിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗോൾഡ് മാർക്കറ്റ് ഇൻ ദി വേൾഡ് ആണ്. നമുക്ക് എവിടെ നോക്കിയാലും ഇവിടെ പല പല നല്ല ഹെവി ജ്വല്ലറീസൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക. ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ അറൗണ്ട് 380 ഷോറൂംസോളം വരുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര യൂണിക്കായിട്ടുള്ള ഗോൾഡിൻ്റെ പല പല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ അവൈലബിൾ ആണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള യൂണിക് കളക്ഷൻസ് ആയിട്ടുള്ള ചെയിൻസ് ആണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലും റിങ്സ് ആണെങ്കിലും വാച്ചസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ജ്വല്ലറി കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണമെന്ന്. ബിക്കോസ് അത്രയധികം കളക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ഷൂ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിത് വേറെ എവിടെയും കണ്ടില്ല. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കിത് ഗോൾഡ് സൂക്കിൽ വന്നിട്ടുള്ള. ഗോൾഡ് സൂക്കിലേക്ക് നമ്മൾ റീച്ച് ആയി കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഗൈസ്, ഇതൊക്കെ നോക്കൂ, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സൊക്കെ ഞാൻ ഇതിനു മുന്നേ എവിടെയും കണ്ടിട്ടില്ല. ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സൊക്കെ. അതേപോലെ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന റിംഗ് ആണ്. ഇതിൽ വെച്ചിരിക്കുന്ന ഡയമണ്ട്സ് അറൗണ്ട് 5.17 kg സംതിങ് വരുന്നുണ്ട്. അതേപോലെ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡ് ആണെങ്കിൽ 58 സംതിങ് kgs വരുന്നുണ്ട്. 21 ക്യാരറ്റ് ഗോൾഡ് റിംഗ് ആണ്. നിങ്ങൾ ദുബായിൽ തന്നെ ഉള്ള ആളാണ്, അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ദുബായ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്, ഗോൾഡ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കുറേ ഷോറൂംസ് നമുക്ക് സീറോ മേക്കിംഗ് ചാർജിൽ ഗോൾഡ് കാര്യങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ്. സോ അതെനിക്ക് മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്, ഏട്ടൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട്. കാരണം എപ്പോഴും ഈ ചിക്കൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി സദ്യ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. സോ അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള സദ്യ തന്നെയാണ് കഴിക്കാൻ വേണ്ടി പറ്റിയത്. ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ ലേറ്റ് ആവും. സോ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായത്. ഇങ്ങനെ ഗോൾഡ് സൂക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഗോൾഡ് സോവനിയർ എന്ന് എഴുതിയ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ബോക്സസ് പ്ലേസ് ചെയ്തത് കണ്ടു. സോ ഞങ്ങൾക്ക് ഇതെന്താണ് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അടുത്ത് പോയിട്ട് അതെന്താന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മളിന്ന് ഗോൾഡ് സൂക്കിൽ വന്നതാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇവിടെ ഇതിൽ നമുക്ക് 10 ദിർഹംസ് ഇട്ടാൽ നമുക്കിതിൽ ഗോൾഡ് കോയിൻ കിട്ടും. ഒറിജിനൽ കോയിൻ അല്ല, ഗോൾഡ് കോയിനാണ്. അതിൽ ക്യാഷും നമുക്ക് ഇടാൻ പറ്റും, കാർഡും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ക്യാഷ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഏട്ടൻ കറക്കിക്കോ, നല്ലോണം കറക്കണം. നല്ലോണം കറക്കി കേട്ടോ, അതിൽ പറയുന്നുണ്ട് നല്ലോണം കറക്കിക്കോ. അതിൽ അവർ വീഡിയോയിൽ കറക്കുന്നില്ല. അതേപോലെ നല്ലോണം കറക്കണം, അതിലേക്ക് വീഴുന്നവരെ കറക്കണം. ഗൈസ്, ഇത് റിയൽ ഗോൾഡ് അല്ല കേട്ടോ, ഗോൾഡ് പ്ലേറ്റഡ് കോയിൻസ് ആണ്. നമുക്ക് ഓരോ ബോക്സ് എൻട്രൻസിന് പല ഭാഗങ്ങളായിട്ട് 3 എൻട്രൻസിലായിട്ട് 3 ബോക്സോളം വെച്ചിട്ടുണ്ട്. ഓരോ ബോക്സിലും 4 സിമ്പിൾസ് വെച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദുബായ് എന്ന് എഴുതിയിട്ടുള്ള ഈഗിളിൻ്റെ സിമ്പിൾ ഉള്ള കോയിൻ ആണ്. ഓരോ ബോക്സിലും ഓരോ കൈൻഡ് ഓഫ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് സിമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അത് ഓൾറെഡി ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഗോൾഡ് സൂക്ക് എഴുതിയിട്ടുള്ള സിമ്പിളുള്ള കോയിൻ തന്നെ ചൂസ് ചെയ്യായിരുന്നു. ഇതിൽ ഗോൾഡ് സൂക്ക് അല്ലെങ്കിൽ ദുബായ് ഫ്രെയിം അല്ലെങ്കിൽ ഇങ്ങനെ ഈഗിൾ അങ്ങനെ പല പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോയിൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് നിങ്ങൾക്കും ഇതേപോലെ ഒരു ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യാവുന്നതാണ്. ഓൺലി 10 ദിർഹംസേ വരുന്നുള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാറുണ്ട്. ബിക്കോസ് നമുക്ക് ഇനി ഇൻ ഫ്യൂച്ചർ നമുക്ക് ആ സാധനം കാണുമ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ
വാങ്ങിയതാണല്ലോ എന്ന് നമുക്ക് ഓർക്കാമല്ലോ, അതിനു വേണ്ടി മാത്രം. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗോൾഡ് സൂക്കിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ മോർണിംഗ് 10 to 12 ആകുമ്പോൾ തന്നെ റീച്ച് ആവാൻ വേണ്ടി നോക്കുക. കാരണം ഈവനിങ് അല്ലെങ്കിൽ വീക്കെൻഡ് ടൈം ആകുമ്പോൾ നല്ല ക്രൗഡഡ് ആവാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. ഗോൾഡ് സൂക്കിൽ വന്നിട്ട് ഏറ്റവും എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ എനിക്ക് എന്താ വാങ്ങി തരാൻ വേണ്ടി പോകുന്നത്? നേരത്തെ റിങ്ങില്ലേ, ഏത് റിങ്? ആ റിങ്ങാണ് എനിക്ക് വാങ്ങി തരാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്ക് ഗോൾഡ് സൂക്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല ഉള്ളത്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡയമണ്ട്സ് ആണെങ്കിലും പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗോൾഡ് സൂക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് വെയ്റ്റഡ് ആണെങ്കിലും ഹെവി, അതായത് 1 kg 2 kg അങ്ങനെ കിലോഗ്രാം വരുന്ന ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുക. നമുക്ക് എങ്ങനെ യൂണിക് ആയിട്ടുള്ള പീസസ് ആണ് വേണ്ടത്. ഇപ്പോൾ ഗോൾഡിൻ്റെ വാച്ച് ആണെങ്കിലും ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും റിങ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും ആംഗ്ലെറ്റ് ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഭയങ്കര യൂണിക് ആയിട്ടുള്ള പീസസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഗോൾഡ് സൂക്കിൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് മാത്രമല്ല ഉള്ളത്, ഇങ്ങനെ സാഫ്രോൺ ആണെങ്കിലും സ്പൈസസ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഗോൾഡ് സൂക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഞങ്ങൾ സ്പൈസസിൻ്റെ ഏരിയാസിലൊക്കെ പോയിട്ട് ജസ്റ്റ് സാഫ്രോൺ ആണെങ്കിലും അവിടെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ സ്പൈസസും ഗോൾഡും മാത്രമല്ല അവിടെ ഉള്ളത്, നമുക്കിപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ആയിട്ട് അവിടെ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആണ്. സോ നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഗിഫ്റ്റിംഗ് ഓപ്ഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ ഗോൾഡ് സൂക്കിലേക്ക് വരുന്നവരാണെങ്കിൽ ഇവിടെയും കൂടെ വന്നിട്ട് ഈ ഏരിയയും കൂടെ ഒന്ന് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ അത് കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അവിടെയും കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റി. എല്ലാതും ഭയങ്കര ഹെവി വെയ്റ്റഡ് ജ്വല്ലറീസ് ആണ്. ഇത്രയധികം ഗോൾഡ് ഷോപ്സും ഗോൾഡൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ഗോൾഡിന് റേറ്റ് ഇല്ലേന്ന്. ഇവിടുത്തെ ഗോൾഡിനും റേറ്റ് ഉണ്ട്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലത്തെ ഗോൾഡിനേക്കാളും കുറച്ച് റേറ്റ് കുറവാണ്. പിന്നെ സീറോ മേക്കിംഗ് ചാർജ് ആയിട്ടുള്ള കുറേ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഈ ഗോൾഡ് സൂക്കിൽ അവൈലബിൾ ആണ്. ഫുൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള വെറൈറ്റി ജ്വല്ലറി കാര്യങ്ങളാണ് നമുക്ക് അധികം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് തന്നെ ഭയങ്കര യൂണിക് ആയിട്ടുള്ള പീസസ് ആണ്. കാരണം ഈ ഒരു ചെയിൻ ഇട്ടാൽ മതി നമുക്ക്, സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനത്തെ ഹെവി ജ്വല്ലറി ഐറ്റംസൊക്കെ മേ ബി 10 kg 20 kg 30 kg ഒക്കെ ഉള്ളതാണ്. ഐ ഡോണ്ട് നോ എക്സാക്റ്റ് എത്ര kgs ആണ് വരുന്നതെന്ന്. കാരണം നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളത് 1 പവൻ 2 പവൻ 3 പവൻ ഒക്കെ ഉള്ള പവൻ കണക്കാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ kg കണക്കൊന്നും ഞാൻ ഇവിടെ വന്നേരെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ ഇട്ട് നോക്കാനൊക്കെ തരുമെന്ന് എനിക്കറിയില്ല, പിന്നെ ചോദിക്കാനും നിന്നില്ല. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് വാങ്ങാൻ എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇത്രയും കിലോ കണക്കിന് വരുന്ന ജ്വല്ലറി ഐറ്റംസ് ഒന്നും. ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഈ 2 സൈഡിലും ഇങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസ് ആണ് ഉള്ളത്. ഫുൾ ഹെവി ജ്വല്ലറി ഐറ്റംസ് മാത്രമാണ് നമുക്ക് 2 സൈഡിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഈ ജ്വല്ലറി തന്നെ ഫ്യൂച്ചർ മ്യൂസിയം അങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള സിമ്പിൾസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചെയിനിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും ബാങ്കിളാണെങ്കിലും റിങ് ആണെങ്കിലും ഒക്കെ ഭയങ്കര യൂണിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഓരോരോ ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ തോന്നും. അധികം ഷോറൂംസിൻ്റെ ജ്വല്ലറി ഐറ്റംസും ഹെവി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫുൾ ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് മാത്രമാണ്. അതിപ്പോൾ ചെയിൻസാണ് അധികം ഹെവി ആയിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് പോലത്തുള്ള ജ്വല്ലറി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗോൾഡ് സൂക്കിൽ പോയി കഴിഞ്ഞാൽ ഗോൾഡ് കൊണ്ടുള്ള ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഡയമണ്ട്സും ഗോൾഡും പ്രഷ്യസ് സ്റ്റോണും മാത്രമല്ല സിൽവർ ജ്വല്ലറി ഐറ്റംസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഗൈസ്, ഇവിടെ വെച്ചിരിക്കുന്ന ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നോക്കൂ, ഭയങ്കര രസമല്ലേ? ഓരോന്നും കാണാൻ വേണ്ടി ഡ്രസ്സ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് പോലെയുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഞാനിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല ഉള്ളത്, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഭയങ്കര മോഡേൺ ഡ്രസ്സിനൊക്കെ വെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല നല്ല പീസസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് നോക്കൂ, ഭയങ്കര യൂണിക്കായിട്ട് തോന്നുന്നില്ല ഈ പീസസൊക്കെ കാണാൻ വേണ്ടി? ഇതൊന്നും നാട്ടിലത്തെ ജ്വല്ലറിയിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഗോൾഡ് പർച്ചേസിങ്ങിന് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ ആവും ഏതെടുക്കണമെന്ന്. കാരണം അത്രയധികം കളക്ഷൻസും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ആണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ വെറും ഈ ഗോൾഡിൻ്റെ ചെയിനും റിങ്ങും അതേപോലെ ഇയറിങ്സും മാത്രമല്ല, നമുക്ക് ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ബുർജ് ഖലീഫ ആണെങ്കിലും ദൈവത്തിൻ്റെ ഓരോരോ രൂപങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 24 ക്യാരറ്റ് ആണെങ്കിലും 18 ക്യാരറ്റിൻ്റെ ആണെങ്കിലും 22 ക്യാരറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഗോൾഡിൻ്റെ വാച്ചസും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഇത് നോക്കൂ, ഗോൾഡിൻ്റെ ഓരോ കറൻസി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേളിൻ്റെ ഓരോരോ ജ്വല്ലറി ഐറ്റംസ്, ഇപ്പം നെക്ലേസ് ആണെങ്കിലും റിങ് ആണെങ്കിലും അതേപോലെ ഇയറിങ് ആണെങ്കിലൊക്കെ പേള് വെച്ചിട്ടുള്ള നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ഡയമണ്ട്സിൻ്റെ റിങ്, ഗോൾഡിൻ്റെ റിങ്. ഗൈസ്, പിന്നെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരുപാട് സ്പൈസസിൻ്റെ ഷോപ്സും കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സാഫ്രോൺ ആണെങ്കിലൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗോൾഡ് സൂക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി. ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു ഗോൾഡ് സൂക്കിൽ റീച്ച് ആയത്. ഒരു നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഷാർജയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഷാർജയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അവിടെ ഷാർജയിലെത്തി റോള ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാള് കണ്ടു. ആ വാളിൽ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റോണും ഭയങ്കര യൂണിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് ആയിരുന്നു അവിടുത്തെ ഓരോ സ്റ്റോൺസും കാണാൻ വേണ്ടി. അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചത്. നമുക്ക് ഓരോ സ്റ്റോൺ കാണാനും ഓരോരോ ടൈപ്പായിരുന്നു. കാരണം ചില സ്റ്റോൺസ് കാണുമ്പോൾ എനിക്ക് തേനീച്ചേൻ്റെ കൂട് പോലെ തോന്നുന്നുണ്ടായിരുന്നു, അമീബേനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു, ചിലതൊക്കെ അക്വാ പ്ലാന്റ്സ് പോലും തോന്നുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് റിട്ടേൺ പോയി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന നേരത്ത്, അതായത് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുമ്പോൾ ബസ് കയറാൻ വേണ്ടി പോകുന്ന നേരത്ത് ഞാൻ വേറൊരു സംഭവം കണ്ടു. വുഡൻ ഷിപ്പ് കണ്ടു. അതിൻ്റെ അവിടെ ചെറിയൊരു വെള്ളം പോലെയുള്ള സ്ഥലത്ത് കുറേ നല്ല നല്ല ഫിഷസിനെയൊക്കെ കണ്ടു. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല, വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആയില്ല ഞാൻ എടുത്തത്. സോ അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.